നമസ്കാരം. നമ്മുടെ രാജ്യം ഈ സഹസ്രാബ്ദത്തിലെ 2000 ആണ്ടിന് ശേഷം തുടങ്ങിയ സഹസ്രാബ്ദത്തിലെ ഏറ്റവും വലിയ മിലിറ്ററി ബിൽഡപ്പിന് തയ്യാറെടുക്കുകയാണ്. ഇപ്പോൾ സ്ട്രാറ്റജിക് ഒരു ഇനിഷ്യേറ്റീവാണ്. മിലിറ്ററി ബിൽഡപ്പ് മാത്രമല്ല, ഒരു നയതന്ത്ര ബിൽഡപ്പും ഒരു ഡിപ്ലോമാറ്റിക് ബ്ലിറ്റ്സ് ക്രീഗ് എന്ന് പറയാവുന്ന വൻപൻ നയതന്ത്ര നീക്കവും രണ്ടും. അപ്പം മിലിറ്ററിസ്റ്റിക് ഫ്ലെക്സിംഗ് മസിൽസ് കം ഡിപ്ലോമാറ്റിക് ഇനിഷ്യേറ്റീവ്സ്, ഇത് രണ്ടും ചേർത്തുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പഹൽഗാം ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. ഏറെക്കാലമായി ഇന്ത്യ ഒരുപക്ഷെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു കോൺഫ്ലിക്റ്റ് സിറ്റുവേഷൻ വന്നാൽ, ഇതൊരു സ്ട്രാറ്റജിക് ഡിസിഷനാണ്. ഒരു കോൺഫ്ലിക്റ്റ് സിറ്റുവേഷൻ വരുമെന്ന് ഇന്ത്യക്ക് അറിയാമല്ലോ. പാകിസ്ഥാൻ നിരന്തരമായി ചൊറിഞ്ഞുകൊണ്ടിരിക്കും എന്ന് ഇന്ത്യക്കറിയാം. ഒരിക്കൽ പോലും പാകിസ്ഥാൻ ആ ചൊറിച്ചൽ നിർത്തില്ല. ചൈനയുടെ ഭാഗത്തു നിന്ന് ഈ അതിർത്തി ചുരണ്ടുന്നത് നിർത്തില്ല എന്നും നമുക്കറിയാം. കാരണം അതൊരു ഒരു ഒരു കൾച്ചറൽ, പൊളിറ്റിക്കൽ ആൻഡ് മിലിറ്ററിസ്റ്റിക് ആൻഡ് ജിയോ പൊളിറ്റിക്കൽ ഒരു റിയാലിറ്റിയാണത്. ആ റിയാലിറ്റിയെ അംഗീകരിച്ചുകൊണ്ടാണ് ഇന്ത്യ നയം രൂപീകരിക്കുന്നത്. ഒരു അവസരം വന്നാൽ ഭാരതത്തിന് കാശ്മീർ വീണ്ടെടുക്കാൻ കഴിയും. പറഞ്ഞു വരുന്നത് ഈ പറയുന്ന പാക് ഓക്യുപ്പൈഡ് കാശ്മീർ, ജിൽജിത്ത് ബാൾട്ടിസ്ഥാൻ പ്രദേശങ്ങൾ കൂടി അടങ്ങുന്ന ഓക്യുപ്പൈഡ് കാശ്മീർ. അത് 47 യുദ്ധത്തിൽ തന്നെ നമുക്ക് പിടിച്ചെടുക്കാവുന്നതേ ഉള്ളായിരുന്നു. അല്ലെങ്കിൽ 65 യുദ്ധത്തിൽ പിടിച്ചെടുക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാഞ്ഞ കാര്യമാണ്. 71 എന്തു വേണമെങ്കിലും നടക്കുമായിരുന്നു. അപ്പോഴൊന്നും തന്നെ പിടിച്ചു വയ്ക്കാൻ നമ്മൾ താല്പര്യപ്പെട്ടില്ല. ലൈൻ ഓഫ് കൺട്രോൾ നമ്മൾ അംഗീകരിച്ചു. ഷിംല കരാറിലൂടെ നിയന്ത്രണ രേഖ, വെടിനിർത്തിയ ആ രേഖ, 47 യുദ്ധത്തിൽ വെടിനിർത്തിയ ആ രേഖ തന്നെ നമ്മൾ ചെറിയ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറിയ വേരിയേഷൻ ഉൾപ്പെടെ നമ്മൾ അംഗീകരിക്കുകയും പാകിസ്ഥാനും അംഗീകരിക്കുകയും ചെയ്ത് മുന്നോട്ട് പോയതാണ്. ഇപ്പോഴിതാ ഷിംല കരാറിൽ നിന്നും പാകിസ്ഥാൻ ഏകപക്ഷീയമായി പിന്മാറിയിരിക്കുന്നു. അതിന് പ്രകോപനമായി പാകിസ്ഥാൻ പറയുന്നത് ഭാരതം നദീജല കരാർ 1960 നദീജല കരാറിൽ നിന്നും പിൻവാങ്ങി, അതൊരു തരം യുദ്ധപ്രഖ്യാപനമാണ് എന്ന വ്യാഖ്യാനിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഏകപക്ഷീയമായി പിന്മാറ്റം. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഷിംല കരാറിൽ നിന്ന് പാകിസ്ഥാൻ പിൻവാങ്ങിയെന്ന് കേട്ട നിമിഷം വിവരമുള്ളവർ, സൈനിക നേതൃത്വം, രാഷ്ട്രീയ നേതൃത്വം ഇന്ത്യയിൽ നിന്ന് ഒന്ന് പുഞ്ചിരിച്ചു, ഒന്നും പറഞ്ഞില്ല. ആയിക്കോളൂ. കാരണം ഷിംല കരാറിൻ്റെ ആ കെട്ടുപാടുകൾ, ഓബ്ലിഗേഷൻ, ട്രീറ്റി ഓബ്ലിഗേഷൻ ഉള്ളത് കൊണ്ടാണ് അതിർത്തി കടന്ന്, പ്രത്യേകിച്ച് ലൈൻ ഓഫ് കൺട്രോൾ കടന്ന് പാകിസ്ഥാൻ പ്രദേശം പിടിക്കാൻ ഭാരതത്തിന് തടസ്സമുള്ളത്. ഇപ്പോൾ ആ തടസ്സം നീങ്ങിയിരിക്കുന്നു. അതുമാത്രമല്ല, ബംഗ്ലാദേശിനെ സ്വതന്ത്ര പരമാധികാര രാജ്യമായി അംഗീകരിക്കുന്ന ഷിംല കരാറിൽ നിന്നും പാകിസ്ഥാൻ പിന്മാറി എന്ന് പറയുമ്പോൾ അപ്പോൾ ബംഗ്ലാദേശിനെ കുറിക്കുന്ന ഒരു നയവും കൂടിയാണ് ഷിംല കരാർ. അപ്പോൾ അവിടെയും ഇന്ത്യക്ക് ഏത് രീതിയിൽ ഇനി വേണമെങ്കിൽ ചിക്കൻ നെക്ക് ഉൾപ്പെടെ വിസ്തൃതമാക്കാൻ, കാരണം വെറും 42 കിലോമീറ്റർ മാത്രം വീതിയുള്ള, ചിലയിടത്ത് 22 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ, അത്രയും മാത്രം വീതിയുള്ള ഒരു പ്രദേശമാണ് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെയും ഇന്ത്യയും വേർതിരിക്കുന്ന ചിക്കൻ നെക്ക്. അവിടെയൊക്കെ വിസ്തൃതി കൂട്ടുകയും വിശാലമായ രീതിയിൽ സൈനിക സന്നാഹങ്ങൾ ഒരുക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ആവശ്യമാണ്. അപ്പോൾ ഇന്ത്യയുടെ അതിർവരമ്പുകൾ ഇന്ത്യക്ക് അനുകൂലമായി വികസിപ്പിക്കാനും ഇന്ത്യക്ക് അർഹതപ്പെട്ട പ്രദേശങ്ങൾ നമ്മുടെ ഭാഗമായി ചേർക്കുന്നതിനും കൂട്ടിച്ചേർക്കുന്നതിനും വഴിയൊരുങ്ങുന്ന രീതിയിലുള്ള ഒരു നീക്കമാണ് അറിഞ്ഞോ അറിയാതെയോ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുള്ള കരാർ പിന്മാറ്റത്തിലൂടെ സംഭവിച്ചത് എന്നുകൂടി ഓർക്കണം. അതുകൊണ്ട് ഇന്ത്യ ഈസ് നൗ കണ്ടക്ടിങ് മിലിറ്ററി മെനുവേഴ്സ്, സൈനികമായ അഭ്യാസങ്ങളാണ്. സെൻട്രൽ കമാൻഡിൻ്റെ ഭാഗത്ത് നിന്ന് റഫാലിൻ്റെയും സുഖോയുടെയും വിമാനങ്ങളുടെ സ്ക്വാഡ്രനുകൾ, വലിയ അഭ്യാസങ്ങൾ, ഈ ഏറിയൽ സോർട്ടീസ് അഭ്യാസങ്ങളെല്ലാം നടക്കുന്നത് നമ്മൾ കണ്ടു. അതുപോലെ അതിർത്തി പ്രദേശത്തും ഈ റഫാലിൻ്റെ ശക്തി, അതുപോലെ സുഖോയ് MKI-30 അതിൻ്റെ ശക്തി വിളിച്ചോതുന്ന പ്രകടനങ്ങൾ നടന്നു. മാത്രമല്ല, അതിർത്തിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പാകിസ്ഥാൻ്റെ ഭൂമിയിലേക്ക് കിലോമീറ്ററുകൾ അകലേക്ക് മിസൈൽ പായിക്കാനുള്ള, വിമാനങ്ങളിൽ നിന്നും മിസൈലുകൾ പായിക്കാനുള്ള സംവിധാനം നമുക്കുണ്ട് എന്നതിൻ്റെ ഓപ്പൺ ഒരു അഡ്മിഷൻ, ഓപ്പൺ ഒരു പ്രഖ്യാപനം കൂടിയായിരുന്നു ഇങ്ങനെയുള്ള സൈനിക അഭ്യാസങ്ങൾ, വ്യോമസേന അഭ്യാസങ്ങൾ. അതൊരു വശത്ത്. മറുവശത്ത് കടലുകൾ വളരെ അകലെ കിടക്കുകയാണ്. കാശ്മീരിൽ നിന്നും പഹൽഗാമിൽ നിന്നൊക്കെ ഏറെ മാറി കിടക്കുകയാണ് അറബിക്കടൽ. അറബിക്കടൽ പാകിസ്ഥാൻ്റെ ജീവനാഡിയാണ്. അറബിക്കടൽ മാത്രമേ ഉള്ളൂ പാകിസ്ഥാന്. ഭാരതത്തിന് ഇന്ത്യൻ ഓഷ്യൻ, അറബിക്കടൽ, അതുപോലെ ബേ ഓഫ് ബംഗാൾ എല്ലാം തന്നെ ഭാരതത്തിന് അനുകൂലമായ ഭൂമിശാസ്ത്ര ഘടകങ്ങളാണ്. ഒരു നേവൽ പവർ എന്ന നിലയിൽ പാകിസ്ഥാനേക്കാൾ എത്രയോ മെച്ചമാണ് ഭാരതം. അതുകൊണ്ട് പാകിസ്ഥാൻ്റെ ഒരു നേവൽ വെസൽസിന് ഭീഷണിയാകുന്ന രീതിയിലുള്ള
നാവിക അഭ്യാസങ്ങൾ മാത്രമല്ല, ഈ കപ്പലുകളിൽ നിന്നും തൊടുക്കാവുന്നതും അതേസമയം മറ്റ് കപ്പലുകളെ ആക്രമിക്കാവുന്നതുമായ ഒന്നുകിൽ അന്തർവാഹിനികളിൽ നിന്നും അല്ലെങ്കിൽ കപ്പലുകളിൽ നിന്നും തൊടുക്കുകയും മറ്റ് കപ്പലുകളെ ആക്രമിക്കുകയും ചെയ്യാവുന്ന കപ്പൽ വേധ മിസൈലുകൾ കഴിഞ്ഞ ദിവസം ഭാരതം വിജയകരമായി പരീക്ഷിച്ചു. അതുമാത്രമല്ല, അത് ലോങ് റേഞ്ച് ഉൾപ്പെടെയുള്ള മിസൈലുകളാണെന്ന് ഓർക്കണം. ദൂരെയുള്ള പാകിസ്ഥാൻ കപ്പലുകളെ പോലും വേണമെങ്കിൽ ആക്രമിച്ച് മുക്കുക. പാകിസ്ഥാന് വിമാനവാഹിനി കപ്പലുകൾ ഇല്ല എന്ന് ഓർക്കണം, ഇന്ത്യക്ക് 2 എണ്ണമാണുള്ളത്. പാകിസ്ഥാന് ന്യൂക്ലിയർ സബ്മറീൻ ഇല്ല എന്ന് ഓർക്കണം, ഇന്ത്യക്ക് അതുണ്ട് എന്നും ഓർക്കണം. അതുകൊണ്ട് അന്തർവാഹിനികളുടെ കാര്യത്തിലും വിമാനവാഹിനി കപ്പലുകളുടെ കാര്യത്തിലും ഇന്ത്യക്കുള്ള നല്ല മുൻതൂക്കം. അതിനോടൊപ്പം തന്നെ പ്രഹരശേഷിയിലും നാവിക പ്രഹരശേഷിയിലും ഭാരതത്തിന് സുപ്പീരിയോറിറ്റി ഉണ്ട് എന്നതിൻ്റെ ഒരു തെളിവാണ്. അതോടൊപ്പം തന്നെ ഏറിയൽ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടി റഫാലിൻ്റെ അടുത്ത ബാച്ച് ഇന്ത്യ ഏറ്റവും അധികം ആഗ്രഹിച്ച ഇതാണ്. 62ഓളം റഫാൽ വിമാനങ്ങളാണ്. ഒരു ബാച്ചാണ് എത്തിയത്, 1-2 ബാച്ചുകളാണ് എത്തിയത്. ഇനിയുമുള്ള മറ്റ് 22 വിമാനങ്ങളുടെ കൂടി കരാറുകൾ ഭാരതം പുതുക്കുന്ന കാഴ്ച കണ്ടു. എത്രയും പെട്ടെന്ന് അത് വിതരണം ചെയ്യാനായി ഫ്രാൻസിന് ഭാരതം ആഗ്രഹം അറിയിക്കുക, നിർദ്ദേശം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. വാങ്ങാനുള്ള പണം നമുക്കുള്ളതുകൊണ്ട്. മാത്രമല്ല, ഇനി സൈനികമായി നമ്മൾ തയ്യാറെടുപ്പിലാണ്. രാജ്നാഥ് സിംഗ്, ദി ഡിഫൻസ് മിനിസ്റ്റർ, മെറ്റ് ദി ജോയിൻറ്റ് ഡിഫൻസ് ലീഡർഷിപ്പ്, അതായത് സംയുക്ത സൈനിക തലവൻ, അദ്ദേഹത്തെ അനിൽ ചൗഹാനെ കണ്ടു. സൈനിക മേധാവി ഉപേന്ദ്ര ദ്വിവേദിയെ കണ്ടു, ചർച്ച നടത്തി. അതിനുശേഷം ഇമ്മീഡിയറ്റ്ലി രാജ്നാഥ് സിംഗ് പോയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടുത്തേക്കാണ്. ഇതെല്ലാം ഡൽഹിയിൽ വെച്ച് കഴിഞ്ഞ് ഇന്നലെ നടന്ന കൂലങ്കഷമായ ചർച്ചകളാണ്. ഇതെല്ലാം രാഷ്ട്രീയ ലെവലിൽ പൊളിറ്റിക്കൽ ഡിറ്റർമിനിസം, പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്, മിലിറ്ററി പൂർണ്ണമായി രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ തീരുമാനങ്ങൾക്ക് വിധേയമായി പ്രവർത്തിക്കുന്ന പ്രൊഫഷണൽ സംവിധാനം ഭാരതത്തിനുണ്ട്. അതാണ്. അപ്പം അതുകൊണ്ട് തീർച്ചയായും പാകിസ്ഥാന് മറുപടി കൊടുക്കണമെങ്കിൽ, പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടി കൊടുക്കണമെങ്കിൽ മൾട്ടിപ്പിൾ തലത്തിലാണ് കൊടുക്കേണ്ടത്. സൈനിക നടപടികളെക്കുറിച്ചാണ്, ഭാവിയിൽ സാധ്യമാകുന്ന സൈനികമായ റിയാക്ഷനെക്കുറിച്ച് മാത്രമാണ് ഇപ്പോൾ പറഞ്ഞത്. അതോടൊപ്പം തന്നെ നയതന്ത്ര തലത്തിൽ പ്രധാനമായി വരിഞ്ഞു മുറുക്കുന്ന, പാകിസ്ഥാനെ പൂർണ്ണമായി വരിഞ്ഞു മുറുക്കുന്ന രീതിയിലുള്ള ശക്തമായ നിലപാടുകളാണ് ഇന്ത്യ എടുക്കുന്നത്. ഇന്ത്യ പ്രീഎംപ്റ്റ് ചെയ്യുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, പാകിസ്ഥാൻ വിഷയം ഇൻ്റർനാഷണലൈസ് ചെയ്യും. കാരണം സിംല കരാർ എന്ന് പറയുന്നത് ഉഭയകക്ഷി കരാറാണ്. ഭാരത പാകിസ്ഥാൻ പ്രശ്നങ്ങൾ സമാധാനപരമായ ചർച്ചയിലൂടെ ഉഭയകക്ഷി അടിസ്ഥാനത്തിൽ 3-ാം കക്ഷിയുടെ പിന്തുണ ഇല്ലാതെ, മധ്യസ്ഥതയില്ലാതെ പരിഹരിക്കും. അതിന് വേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാൻ പറഞ്ഞത് അതിന് വേണ്ട. ഇന്ത്യയും പറയുന്നത് വേണ്ടെങ്കിൽ പൊന്നപ്പ വേണ്ട, ഞങ്ങൾക്കറിയാം നേരിട്ടിടപെടാൻ ഒരു മധ്യസ്ഥൻ്റെയും ആവശ്യമില്ല, നമുക്ക് നേരിട്ട് അടിച്ചു തീർക്കാം. അത് ഇന്ത്യക്ക് അനുകൂലമായിട്ടേ വരൂ. അതുകൊണ്ട് പാകിസ്ഥാൻ ഈ അപകടം മണത്തു. ഈ ബൈലാറ്ററലിസം എന്നത് പോയി കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് ഈ പറയുന്ന മധ്യസ്ഥതയാണ്. മധ്യസ്ഥനാകാൻ ആരെങ്കിലും ഒരാൾ വരണ്ടേ, ഏതെങ്കിലും രാജ്യം വരണ്ടേ. രാജ്യങ്ങളെല്ലാം മടിച്ചു നിൽക്കുകയാണ്. രാജ്യങ്ങൾ സന്നദ്ധത അറിയിച്ചാലും ഇന്ത്യയും കൂടെ സ്വീകരിച്ചെങ്കിലല്ലേ മധ്യസ്ഥത വഹിക്കാനാവൂ. ഒരു രാജ്യം ഞങ്ങൾ മധ്യസ്ഥത വഹിച്ചോളാം എന്ന് പറഞ്ഞിങ്ങ് വന്നാൽ നമ്മൾ അനുവദിച്ചു കൊടുക്കണമെന്നില്ലല്ലോ. അതുകൊണ്ടാണ് പാകിസ്ഥാൻ പുലിവാല് പിടിച്ച ഒരു അവസ്ഥയിലാണ്. അതുകൊണ്ട് ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസ് ഉൾപ്പെടെയുള്ള പല്ലും നഖവും കുടിച്ച സിംഹമാണ് കേട്ടോ. ഒരു കാലത്ത് പുലിയായിരുന്നു, പക്ഷേ ഇപ്പോൾ പല്ലില്ല, നഖമില്ല, എല്ല് പോലും ഇല്ല. യുണൈറ്റഡ് നേഷൻസ് ഇറ്റ്സ് എ പെയിൽ ഷാഡോ ഓഫ് ഇറ്റ്സ് ഇലസ്ട്രിയസ് പാസ്റ്റ്. ഗതകാല പ്രതാപത്തിൻ്റെ നിഴൽ പോലുമില്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്ന യുണൈറ്റഡ് നേഷൻസിൽ ഏതാണ്ട് ലോക അഭിപ്രായം ഉണ്ടാക്കാൻ വേണ്ടി ജലം നഷ്ടപ്പെടുത്തി, ജലം തടഞ്ഞു വെച്ചു, ഞങ്ങൾ പട്ടിണിയിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും പെട്ടെന്ന് ജലം വിട്ടുകൊടുക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അന്റോണിയോ ഗുട്ടറസിനെ കൊണ്ട് ഒരു പ്രസ്താവന നടത്തിപ്പിക്കുക. ഐക്യരാഷ്ട്ര പൊതുസഭയിൽ 193 രാജ്യങ്ങളടങ്ങുന്ന പൊതുസഭയിൽ പാകിസ്ഥാൻ അനുകൂലമായി ജലത്തെ സംബന്ധിച്ചൊരു വികാരമുണ്ടാകുക. പിന്നെ ഏതെങ്കിലും കാരണവശാൽ സംഘർഷമുണ്ടെങ്കിൽ ആ സംഘർഷത്തിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ഐക്യരാഷ്ട്ര സംഘടനയെ കൊണ്ട് പാകിസ്ഥാനോടും ഭാരതത്തോടും ആവശ്യപ്പെടുക. ഇനി ഏതെങ്കിലും കാരണവശാൽ ആക്രമണം നടന്നാൽ വെടിനിർത്തൽ എന്ന് പറഞ്ഞുകൊണ്ട് ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് പ്രമേയം പാസ്സാക്കാൻ കഴിയും. ഇതെല്ലാം പാകിസ്ഥാൻ മുൻകൂട്ടി കാണുന്നതാണ്, ഇന്ത്യയും മുൻകൂട്ടി കാണുന്നതാണ്. അതുകൊണ്ട് വിഷയം ഇൻ്റർനാഷണലൈസ് ചെയ്ത് മുതലെടുപ്പ് നടത്താം എന്ന പാകിസ്ഥാൻ്റെ ആഗ്രഹമാണ് ഇപ്പോൾ പൊലിഞ്ഞിരിക്കുന്നത്. നയതന്ത്രപരമായ നീക്കങ്ങൾക്ക് ഏറെ സമയമെടുത്തത് ഒരുപാട് വിമർശന വിധേയമായി. കാരണം എന്തുകൊണ്ട് അടിക്കും ഇപ്പോഴടിക്കും. വാർമോങ്കറിങ് വളരെ പ്രധാനമാണ് അല്ലേ? ഈ മാധ്യമങ്ങളൊക്കെ തിളപ്പിച്ച് നിർത്തിയിരിക്കുക. ഇപ്പോഴടിക്കും, ഈ സൈനിക നീക്കം അങ്ങനെ നടക്കുന്നു. ഇതിന് സമയമുണ്ട്, നേരമുണ്ട്, കാലമുണ്ട്, ഇമ്പാക്റ്റ് ഉണ്ടാകണം. അല്ലാതെ ഇതിനൊരു ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത്, പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ, പ്രതീക്ഷിക്കാത്ത മാർഗങ്ങൾ ഉപയോഗിച്ച്
വ്യത്യസ്തമായ ആക്രമണം നടത്തുന്നതിലാണ് സർജിക്കൽ, അതിൻ്റെ പേരാ സർജിക്കൽ സ്ട്രൈക്ക്. അല്ലാതെ കെട്ടത് പാതി കണ്ടത് പാതി ഒറ്റ അടിയാണ്, അതിൻ്റെ പേര് സർജിക്കൽ സ്ട്രൈക്ക് എന്നല്ല. അതുകൊണ്ട് അതിനുള്ള തയ്യാറെടുപ്പുകളിൽ ഇന്ത്യയുണ്ട്. അതുകൊണ്ട് എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് നയതന്ത്ര തലത്തിൽ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ പ്രതിബന്ധങ്ങളും മുൻകൂട്ടി തന്നെ പറഞ്ഞ് ഒതുക്കി തരണം ചെയ്ത് പരമാവധി രാജ്യങ്ങളെ ഒന്നിച്ച് നിർത്തി ഒരു കൺസെൻസസ് ഉണ്ടായതിനു ശേഷം ഭാരതം മുന്നോട്ട് നീങ്ങാനാണ് സാധ്യത.